ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ആച്ചി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇത് കണ്ടില്ലേ, കുറച്ച് ദിവസമായി ഈ പ്ലാന്റ് ഇവിടെ തന്നെ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇതിനെ വെളിയിൽ കൊണ്ടുവച്ച് ഒന്ന് വെയിലൊക്കെ കൊള്ളിച്ച് അകത്ത് കൊണ്ട് വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ കുളിപ്പിച്ച് നിറയെ വെള്ളവും ഒക്കെ കൊടുത്ത് വെയിലും ഒക്കെ കൊള്ളിച്ചു. കൂട്ടത്തിൽ ഈ ഗ്രീൻ ഫാമും എടുത്തു, അതും അകത്ത് വയ്ക്കാം എന്ന് കരുതി. അന്ന് ഈ ഫിലോഡൻഡ്രൻ ഇവിടെ വച്ചപ്പോൾ ഞാൻ സിങ്കോണിയം എന്നാണ് പറഞ്ഞിരുന്നത്. ഏത് സിങ്കോണിയമല്ല, ഫിലോഡൻഡ്രൻ ആണെന്ന് കുറച്ച് കൂട്ടുകാർ എനിക്ക് തിരുത്തി തന്നു. താങ്ക്സ്. ആ ചെടി ഇപ്പോൾ ഞാൻ ഉയരെയാണ് വച്ചത്. ഇവിടെ ഈ ഗ്രീൻ ഫാം എടുത്ത് വയ്ക്കാമെന്ന് കരുതി. ഇതിവിടെ വെച്ചപ്പോൾ നല്ല ഭംഗിയുമുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന്. നമ്മൾ അകത്ത് വയ്ക്കുന്ന ചെടികൾ 2 ആഴ്ച കൂടുമ്പോൾ എടുത്ത് വെളിയിൽ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെയിലും കൊള്ളിക്കണം, അല്ലെങ്കിൽ ആ ചെടി നശിച്ചു പോകും. ഇവിടെ അന്ന് ആ ഫിലോഡൻഡ്രോൺ വെച്ചപ്പോൾ നല്ല കരുത്തോടു കൂടി വളർന്നു വരുന്നുണ്ട്. ഫർഗോളയുടെ ചൂടും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ അതിനെ എടുത്ത് ഉയരെയും വെച്ചു. ഈ ഗ്രീൻ ഫാം എടുത്ത് താഴത്തെ ലാൻഡിലും വെച്ചു. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ചെടിയുടെ ചേഞ്ച് മാറ്റം? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. നമ്മൾ വീട്ടിനകത്ത് വച്ചിരിക്കുന്ന പ്ലാന്റുകൾ ഇതുപോലെ വെളിയിലെടുത്ത് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ ചെടികൾ കൂടുതൽ കരുത്തോടെ വളരും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക് യു.